കാരാപറമ്പിൽ നിന്ന് ബിന്ദു അശോകൻ്റെ ചോദ്യം. ഖുർആൻ ഭാര്യാപീഡനം അനുവദിക്കുന്ന ഗ്രന്ഥമാണെന്നൊരു ഫെമിനിസ്റ്റ് പ്രസംഗിക്കുന്നത് കേട്ടു യൂട്യൂബിൽ. അത് ശരിയാണോ? ബിന്ദു അശോകനോട് പറയാനുള്ളത് അത് ശരിയല്ല എന്നാണ്. ഇതേപോലെയുള്ള ഫെമിനിസ്റ്റുകളുടെ സംസാരം കേട്ട് ഇസ്ലാമിനെ ഖുർആനിനെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ അവരൊന്ന് ഖുർആൻ പരിശോധിക്കാൻ, പ്രവാചക വചനങ്ങൾ പരിശോധിക്കാൻ സന്നദ്ധമാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഭാര്യ തല്ലാനുള്ള ഒരു ഉപകരണമല്ലോ, പീഡിപ്പിക്കാനുള്ളതല്ല. അവളെ സ്നേഹിക്കാനുള്ളതാണ്, കാരുണ്യം കാണിക്കാനുള്ളതാണ്, സമാധാനം നൽകാനുള്ളതാണ്, സമാധാനം വാങ്ങാനുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ അടിത്തറ പറയുന്നുണ്ട്. വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ ഉണ്ടാക്കി തന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്, വലിയ ദൃഷ്ടാന്തമാണ്. ആ ഇണയിലേക്ക് നിങ്ങൾ സമാധാനപൂർവ്വം ചായേണ്ടതിന് വേണ്ടി, ഇണയുമായി തല്ലേണ്ടതിന് വേണ്ടി എന്നല്ല, ഇണയെ പീഡിപ്പിക്കേണ്ടതിന് വേണ്ടി എന്നല്ല, സമാധാനമാണ് വേണ്ടത്. ആ സമാധാനത്തോടുകൂടി ചായുകയാണ് വേണ്ടത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ പരസ്പരം സ്നേഹം നൽകണം, കാരുണ്യം നൽകണം. ഇങ്ങനെയാണ് ഖുർആൻ്റെ കൽപ്പന. അതല്ലാതെ അവളെ പീഡിപ്പിക്കാനല്ല. പീഡനം ഇസ്ലാം അനുവദിച്ചിട്ടില്ല ആരെയാണെങ്കിലും. സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് ഖുർആനിൻ്റെ വളരെ സുന്ദരമായൊരു ഉപമാലങ്കാരം ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ വചനത്തിൽ കാണാം. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവർക്ക് ഒരു വസ്ത്രമാണ്, അവർ നിങ്ങൾക്കും വസ്ത്രമാണ്. വസ്ത്രങ്ങളാവുക എന്നാണ് ഖുർആനിൻ്റെ നിർദ്ദേശം തന്നെ ഭാര്യ ഭർത്താക്കന്മാരോട്, ഇണകളോട്. വസ്ത്രങ്ങളാകാൻ സന്നദ്ധമായാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പെണ്ണിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തെറ്റുകളും മറച്ചു വെക്കാൻ പുരുഷന് കഴിയുക. വസ്ത്രത്തിൻ്റെ ഒരു 1-ാമത്തെ ധർമ്മം അതാണല്ലോ. തിരിച്ചും അങ്ങനെ തന്നെ പെണ്ണിൻ്റെ അഭിമാനത്തിൻ്റെ ആഭിജാത്യത്തിൻ്റെ പ്രകടനമായി പുരുഷൻ മാറുക. തിരിച്ചും അങ്ങനെ തന്നെ വസ്ത്രം അതിനാണല്ലോ. അങ്ങനെയാവുക എന്നാണ് ഖുർആൻ്റെ നിർദ്ദേശം. പരസ്പരം പീഡിപ്പിക്കുന്നവരാവുക എന്നല്ല. ഇനി വിവാഹമോചനത്തിൻ്റെ വക്കത്തെത്തുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു തരുന്നത് എന്താ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കണം. ആ പരിഹരിച്ച് കഴിഞ്ഞാൽ വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. അത് പരിഹരിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുമായി നീതിയോടുകൂടി, നന്മയോടുകൂടി വർത്തിക്കണം. അപ്പോൾ അവരിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടൂടെ? ഉണ്ടാകാം. ഫൈൻ കരിഹത്തുമൂഹുന്ന ഫഅസ അൻ തക്റഹു ശൈഅൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിഷ്ടമില്ലാത്തവരിലുള്ള കാര്യം, ആ കാര്യം വഴി അള്ളാഹു യജഅൽ അല്ലാഹു ഫീഹി ഖൈറൻ കസീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 19-ാമത്തെ വചനമാണ്. ആ നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യത്തിൽ പോലും നിങ്ങൾക്ക് അള്ളാഹു വലിയ നന്മകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഖൈറൻ കസീറ, വലിയ നന്മകൾ. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതല്ലാതെ തിന്മയുള്ള എന്തെങ്കിലും കണ്ടാൽ അവളെ ഒഴിവാക്കണമെന്നോ, അതല്ലെങ്കിൽ അവളെ അടിക്കണമെന്നോ, അവളെ പീഡിപ്പിക്കണമെന്നോ അല്ല. പ്രവാചകൻ അവളെ ഉപമിച്ചത് തന്നെ എന്തിനാ? ഒരു പളുങ്ക് പാത്രത്തോടാണ്. പളുങ്ക് പാത്രം. ആ പളുങ്ക് പാത്രത്തെ പോലെ നിലത്തിട്ട് പൊട്ടിച്ച് കളയാൻ പാടില്ലാത്ത, അവളെ നല്ല നിലക്ക് ഉപയോഗിച്ചാൽ ഭംഗിയുള്ള, നിങ്ങൾക്ക് ആസ്വാദനം നൽകുന്ന, എന്നാൽ അവളെ നിലത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന പളുങ്ക് പാത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ഇമാം അബൂദാവൂദും ഇബ്നു മാജയുമെല്ലാം നിവേദനം ചെയ്യുന്ന ഹദീസ്, ഭാര്യമാരെ അടിക്കുന്നവർ മാന്യന്മാരല്ല എന്ന്. മാന്യതയില്ലാത്തവരാണ് ഭാര്യമാരെ അടിക്കുന്നതെന്നാണ്. ഇമാം മുസ്ലിമും അഹ്മദുമെല്ലാം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ? അടിമകളെ തല്ലുന്നത് പോലെ ഭാര്യയെ തല്ലുക, എന്നിട്ടോ രാത്രി അവരുമായി ശയിക്കുക. എത്ര മോശമാണ്, എത്ര വൃത്തികെട്ടതാണ്. നിങ്ങളിൽ ചില ആളുകളുടെ സമീപനം എത്ര മോശമാണ്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാരാവുക. ഭാര്യമാരോട് നന്നായി പെരുമാറുക. ഇതാണ് ഖുർആൻ്റെ കൽപ്പന. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 34-ാമത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ഫെമിനിസ്റ്റുകൾ ഖുർആൻ ഭാര്യാപീഡനം അനുവദിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് വിമർശിക്കാറുള്ളത്. ആ വചനം ഒന്ന് പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ തന്നെ യഥാർത്ഥത്തിൽ ഈ വിമർശനം അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാകും. ആ വചനം ആരംഭിക്കുന്നത് അർറിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറഞ്ഞിട്ടാണ്. ആ വചനം ഭാര്യയെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വചനം പോലുമല്ല. മറിച്ച് അവളെ വിവാഹമോചനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. അത് തുടങ്ങുന്നത്
സ്ത്രീയുടെ ഉത്തരവാദിത്തമുള്ളവരാണ്, ഖവ്വാമാണ് പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്ത്രീയുടെ ഉത്തരവാദിത്തമുള്ളവളാണ്, അവളുടെ സംരക്ഷണത്തിൻ്റെ ബാധ്യതയുള്ളവനാണ് പുരുഷൻ. അതിന് കാരണം എന്താണ്? ബിമാ ഫല്ലല്ലാഹു അല്ലാഹു അലാ ബഅദ്. നിങ്ങളിൽ ചിലർക്ക് ചിലരിൽ നിന്ന് സവിശേഷമായ സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. പുരുഷന് സവിശേഷതയുണ്ട്, അവനാണ് മസിലുള്ളത്, അവനാണ് അധ്വാനിക്കേണ്ടവൻ, അവനാണ് ജീവസന്ധാരണത്തിനുള്ള വഴക കണ്ടെത്തേണ്ടവൻ. സ്ത്രീക്ക് സവിശേഷതയുണ്ട്, അവൾക്കാണ് ശരീരത്തിൽ കൊഴുപ്പുള്ളത്, അവളാണ് സ്നേഹിക്കാൻ കഴിയുന്നവൾ, അവളാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടവൾ, അവളാണ് വീടിൻ്റെ ഉത്തരവാദിത്തമുള്ളവൾ. ഈ സവിശേഷതകളുണ്ട് അവർക്ക് രണ്ടുപേർക്കും. അതേപോലെ തന്നെ വംഫിഖു വബിമാ അംഫിഖു മിൻ അംവാലിഹിം, നിങ്ങളാണ്, പുരുഷന്മാരാണ് തീർച്ചയായും ആ സമ്പത്ത് ചെലവഴിക്കേണ്ടവൾ. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എന്നിട്ട് പറയാണ് നല്ല സ്ത്രീകൾ എങ്ങനെയാണ്? ഫസാലിഹാത്തു ഖാനിതാത്തും ഹാഫിളാത്തും ലിൽ ഗൈബ് ബിമാ ഹഫിളല്ലാഹ്. നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, നല്ല സദ്വൃത്തകളായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവൾ സംരക്ഷിക്കേണ്ടത്, അള്ളാഹു സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടത് മുഴുവനും സംരക്ഷിക്കുന്നവളാണ്. സ്വകാര്യതകളിൽ പോലും അവൾ തിന്മകൾ ചെയ്യാത്തവളാണ്. ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടത് അതൊരു സൗന്ദര്യത്തിൻ്റെ പ്രകടനമാണെങ്കിൽ പോലും മറ്റൊരാൾക്കും കാഴ്ചവെക്കാത്തവളാണ് അവൾ. എന്നിട്ടോ അത്തരം പെണ്ണിൻ്റെ അടുത്ത് എന്തെങ്കിലും അതിനെതിരെയുള്ള അച്ചടക്ക ലംഘനം ഉണ്ട് എന്ന് നിങ്ങൾ സംശയിച്ചാൽ വല്ലാത്തി തഖാഫൂന നുഷൂസഹുന്ന, നിങ്ങൾക്കഥവാ അവളിൽ എന്തെങ്കിലും തകരാറ് ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, അങ്ങനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാത്രം നൽകേണ്ടത് അത് എന്തെങ്കിലും ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ മറ്റാരെങ്കിലുമായി പങ്കുവെക്കുന്നു എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്കങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവളെ അടിക്കുകയല്ല, അവളെ വിവാഹമോചനം ചെയ്യുകയല്ല, അവളെ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവളെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം കൊണ്ട് അവൾ ശരിയാവണില്ല, അവളുടെ ഭർത്താവിൻ്റെ കൂടെ കിടക്കുന്ന ഭർത്താവിൻ്റെ ഇണയുടെ നല്ല രൂപത്തിലുള്ള ഉപദേശം കൊണ്ട് അവൾ നന്നാവണില്ല എങ്കിൽ പിന്നെ വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ, നിങ്ങൾ മാറി നിൽക്കുക അവളുടെ കിടപ്പറയിൽ നിന്ന്. കിടപ്പറ അവളുടെ അഹങ്കാരത്തിൻ്റെ കേന്ദ്രമാണ്. തൻ്റെ ഇണക്ക് തന്നെ ഏറ്റവും അധികം ആവശ്യമുള്ള രംഗമെന്ന് അവൾക്കറിയാവുന്ന കിടപ്പറ. ആ കിടപ്പറയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവളോട് പറയാതെ പറയുക, നിന്നെ എനിക്ക് ആവശ്യമില്ല നിൻ്റെ ഈ സ്വഭാവമുണ്ടെങ്കിലെന്ന്. എന്നിട്ടും അവൾ ശരിയാവണില്ല എങ്കിൽ അവളെ ചെറിയ തോതിൽ അടിക്കാവുന്നതാണ്, അവളെ പ്രഹരിക്കാവുന്നതാണ്, അവൾക്ക് താടനം നൽകാവുന്നതാണ്. വളരെ ഈ പ്രഹരം എന്താണ്? അവളെ ശരീരത്തിന് പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അവളുടെ ശരീരത്തിൽ അടയാളമുണ്ടാകാൻ വേണ്ടിയല്ല. അത് വളരെ കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചതായി സ്വഹാബിമാർ പറഞ്ഞു തരുന്നു നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകനിൽ നിന്ന് ഖുർആൻ വ്യാഖ്യാനം പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇത്തരമൊരു ഘട്ടമാണെങ്കിൽ പോലും എന്താണ് ചെയ്യേണ്ടത്? മിസ്വാക്ക് കൊണ്ട്, ചെറിയ ബ്രഷാണ് മിസ്വാക്ക്, ആ മിസ്വാക്ക് കൊണ്ടൊരു താടനം കൊടുക്കാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ടവ്വല് കൊണ്ട് ഒന്നടിക്കാം. എന്തിനാണത്? അവളുടെ ശരീരത്തിൽ ആ പാടുകൾ ഉണ്ടാവാനല്ല, അവളെ വേദനിപ്പിച്ച് പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് ഇന്നലെ വരെ തലോടിയ കൈ കൊണ്ടൊരു താടനം ലഭിച്ചാൽ വിവാഹമോചനത്തിലേക്ക് കടക്കുവാൻ സാധ്യതയുള്ളൊരു തിന്മയിൽ നിന്ന് അവൾ രക്ഷപ്പെടാം. വിവാഹമോചനം എന്ന വലിയ തിന്മക്ക്, ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയൊരു തിന്മ, ഇസ്ലാമിൻ്റെ ചില നിയമങ്ങൾ അങ്ങനെയുണ്ട്. വലിയ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ, വലിയ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ ചെറിയ തിന്മ. അതാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. വലിയ തിന്മ ഇല്ലാതെയാക്കുവാനുള്ളൊരു ചെറിയ തിന്മ, അത് പ്രത്യേകം മനസ്സിലാക്കുക. അവിടെ അവളെ പ്രയാസപ്പെടുത്തരുത്, പീഡിപ്പിക്കരുത് എന്നാൽ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇവിടെ വിവാഹമോചനമെന്ന വലിയ തിന്മയിൽ നിന്ന് പെണ്ണിനെ രക്ഷപ്പെടുത്താൻ, വലിയ തിന്മയിൽ നിന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, ആ വലിയ തിന്മയിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്താൻ, അതിനുവേണ്ടി ചിലപ്പോൾ ഈ 1, 2 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ഒരു താഠനം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ താഠനമാകാമെന്നാണ്. പക്ഷെ അതുപോലും അവളെ പ്രയാസപ്പെടുത്തുന്നതാകരുത്, അതുപോലും അവളെ ബുദ്ധിമുട്ടിക്കുന്നതാകരുത്. പെണ്ണിനെ അടിക്കുന്നത് പ്രവാചകൻ നിരോധിച്ചതായി പറയുന്ന, പ്രവാചകൻ വെറുത്തതായി പറയുന്ന ഹദീസുകൾ ഞാൻ സൂചിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ചിട്ടുള്ള സഹാബിമാർ പഠിപ്പിച്ച ആശയങ്ങളെ ക്രോഡീകരിച്ച, പ്രവാചകൻ്റെ വചനങ്ങൾ ക്രോഡീകരിച്ച ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹത്തിൻ്റെ സുനനുദ്ദാരിമിയിൽ ഒരു അധ്യായം തന്നെയുണ്ട്. സ്ത്രീകളെ അടിക്കുന്നതിനെ നിരോധിക്കുന്ന ഹദീസുകളുടെ അധ്യായം എന്നാണ് അദ്ദേഹത്തിന് അതിന് പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇസ്ലാമിലെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. പരിശുദ്ധ ഖുർആൻ സ്ത്രീയെ അടിക്കാനല്ല, മറിച്ച് സ്ത്രീയെ സംരക്ഷിക്കാനാണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക.